5000 പേര് എടുത്തത്. നമ്മൾ സമ്മർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിന്റെ ഫ്ലോ കുറയുന്നതുകൊണ്ട് വെള്ളമില്ല, വെള്ളം കുറവായിരിക്കും. ഫ്രണ്ടിലൊരു ഓട്ടോറിക്ഷ പോകുന്നുണ്ട്. ഈ ഓട്ടോറിക്ഷ എപ്പോൾ വളയ്ക്കുമെന്നോ എപ്പോൾ തിരിക്കുമെന്നോ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോറിക്ഷയുമായിട്ട് മിനിമം ഗ്യാപ്പ് ഇട്ടിട്ടാണ് പോണത്. മിസ്സാണ് അഞ്ചാപ്പെട്ടി നമ്മൾ തിരിയണം. ഇവിടുന്ന് ഓടി ഹെയർ പിന്നാണ് ഗൈസ്. അപ്പോൾ പാർക്കിംഗ് ഭയങ്കര വിശാലമായ പാർക്കിംഗ് ആണ് ഗൈസ്. ഇവിടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് വെള്ളച്ചാട്ടം. ഇതാണ് ഈ ചേട്ടൻ ഇവിടുത്തെ. ഏട്ടാ ഒന്ന് ഇങ്ങനെ നോക്കിയേട്ടാ, ഒന്ന് തിരക്ക് കുറവാണ് ഏട്ടാ. നല്ല തിരക്കാണെന്ന് ചേട്ടൻ പറഞ്ഞ. ഇവിടെ കാലത്തെ സ്ഥലമില്ല. 500 പേരൊക്കെ 5000 പേരെ എടുത്തത്. പടികൾ കണ്ടോ, ഈ പടികൾ ഇറങ്ങിയാട്ടോ അങ്ങോട്ട് പോകണം. നമുക്ക് കാലുവേദനയ്ക്കൊന്നും നല്ല എക്സസൈസ് ആയിരിക്കും ഈ പടികളിൽ കൂടെ ഇറങ്ങി പോയി കഴിയുമ്പോൾ ഗൈസ്. ഇവിടെ ലിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ലിഫ്റ്റ് അപ്പുറത്തെ വഴി, അതിന് നമ്മൾ 50 രൂപ എക്സ്ട്രാ കൊടുക്കണം. ഇതിൻ്റെ 2 സൈഡും നല്ല കാടുകളാണ്, നല്ല ഭയങ്കര കാടുകളാണ്. കുറ്റിക്കാടാണെന്ന് തോന്നുന്നു ചെറിയ. അപ്പോൾ നമ്മൾ സൂക്ഷിക്കുക. നിയമപരമായ മുന്നറിയിപ്പ്. ഈ വർഷത്തെ സഞ്ചാര കേന്ദ്ര മാലിന്യം എറിഞ്ഞു കഴിഞ്ഞാൽ 5000 രൂപയാണ് പിഴ പറഞ്ഞേക്കണം ഗൈസ്. അപ്പോൾ ആരും മാലിന്യം എറിയരുത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വരിക, കാണുക, തിരിച്ചു പോവുക. അവിടെ ഏത് പ്രായക്കാർക്കും വരാം. നമ്മുടെ കൂടെ 60 വയസ്സായ ചേട്ടനുണ്ട്, അതുപോലെ 30 വയസ്സും 20 വയസ്സായവരുണ്ട് എന്ന് പറയുമ്പോൾ പുള്ളി സമ്മതിക്കുള്ള. അത് ഇവിടെ എത്തുമ്പോൾ വഴി 2 ആയിട്ട് തിരിയും. ഒരു വഴി താഴ്ത്തായിട്ട് അങ്ങോട്ട് പോകും, ഒരു വഴി ഇത് ഇങ്ങനെ വരും. വന്ന് ഇതിൻ്റെ മേലിലാണ് വെള്ളം വന്നത്. ഇങ്ങനെ ഉണ്ട്. ഇങ്ങനെ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ ഇരുന്ന് നടന്ന് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് വൈകുന്നേരം വന്നിരുന്ന് ഇതുപോലെയൊക്കെ നടന്നൊക്കെ പോവാം ഗേസ്. ഇത് എന്തോരം ദൂരം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പാടില്ല. ഇത് ഏകദേശം ഒരു 1 കിലോമീറ്ററോളം നടപ്പാതെ ഉണ്ട്. അല്ല, ഇവിടുത്തെ ഒരു സാറ് വന്നിട്ടുണ്ട്. സാറേ ഇവിടെ തിരക്കുണ്ടാവാറുണ്ടോ? ആക്ച്വലി ഇവിടെ മൺസൂൺ കാലത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക്. 500 പേരൊക്കെ 5000 പേരെ എടുത്തത്. നമ്മൾ സമ്മർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിന്റെ ഫ്ലോ കുറയുന്നതുകൊണ്ട് വെള്ളമില്ല, വെള്ളം കുറവായിരിക്കും. പക്ഷെ ഇപ്പൊ നല്ല വെള്ളം ഉണ്ടല്ലോ സാറേ. നല്ല നമ്മള് മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് മറ്റേ അവധി ദിവസം അല്ലാത്തിരുന്നിട്ട് കൂടി അത്യാവശ്യം നല്ല ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ആ ഫീസ് ഇനി കൂടുമായിരിക്കുമോ? ഇല്ല അല്ലേ, തിരക്ക് കൂടുന്നതനുസരിച്ച് ഫീസ് ഇല്ല. ഫീസിനൊന്നും കൂടുതലൊന്നും ആകെ 20 രൂപ മാത്രമാണ് ആകെ നമുക്കിവിടെ എൻട്രൻസ് ഫീ ആയിട്ട് പറഞ്ഞത്. വാങ്ങിയെടുത്ത് തന്നെ വരണത്. എടാ ബേസിലേ അവിടെ കയറ്റം കയറാൻ വെച്ചിട്ട് പാടുണ്ട് ചേട്ടാ. 1256 സ്റ്റെപ്പുണ്ട് ചേട്ടാ. കയറ്റം കയറാൻ പാടുണ്ടോ? പറ്റുള്ള. അപ്പോൾ 60 വയസ്സായവർ ഒരിക്കലും ഇങ്ങോട്ട് വരരുത്. 60 വയസ്സുകാർക്ക് കയറ്റം കയറാൻ പാടാന്നാണ് പറയണേ. ഇതാണ്ട് ബാത്റൂമൊക്കെ നല്ല സൂപ്പറാക്കി പണിതുണ്ട്, നല്ല വൃത്തിയുണ്ട്.